ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള 3 ഇസ്രയേലി ബന്ദികൾ കൊല്ലപ്പെട്ടുവെന്ന ഇസ്രയേൽ. തെക്കൻ ഗസയിലും വടക്കൻ ഗസയിലും ഇസ്രയേലി ആക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത പശ്ചിമേഷ്യയിൽ വരുന്നു. ഇസ്രയേലി പ്രധാനമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പരാതിപ്പെട്ടു. പി ജെയിംസ് വിശദാംശങ്ങളുമായി ചേർന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലത്തിനിടെ വിദേശ നാട്ടിൽ നിന്ന് പി ജെയിംസ് പറന്നിറങ്ങിയെന്ന് സംശയം ചോദിച്ച് പലരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതല്ലേ എസ് കെ? സ്വാഭാവികമായിട്ട് അതൊക്കെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. നോക്കുമായിരുന്നല്ലേ? ഫൈനലി വി ആർ ഇന്ത്യൻസ്. മാത്രമല്ല, അടിസ്ഥാനപരമായി ചില നയങ്ങളിലും ഭരണഘടനയെ തൊട്ടുള്ള കളിയും വേണ്ട എന്ന വ്യക്തമായ മുന്നറിയിപ്പല്ലേ ഇന്നലെ കിട്ടിയത്? തീർച്ചയായിട്ടും എസ് കെ. ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തിന്, ഇന്ത്യയുടെ വോട്ടർമാർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സല്യൂട്ട് കൊടുക്കേണ്ടതാണ്. കാരണം എല്ലാ പാർട്ടികളെയും കൃത്യമായിട്ട് എസ് കെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് അസസ് ചെയ്തിട്ടുള്ള വോട്ടിംഗ് ആണ് നടന്നിരിക്കുന്നത്. ആർക്കും വലിയ അഭിമാനിക്കാനുമില്ല, ഒരുപാട് വിഷമിക്കാനുമില്ല. ആ തരത്തിലുള്ള റിസൾട്ടാണ്. എന്നാൽ അടി കൊടുക്കേണ്ടവർക്കൊക്കെ അടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിർത്തി ഏകാധിപത്യ പ്രവണതകളെയൊക്കെ തച്ചുടച്ച് കളഞ്ഞു. അപ്പൊ ഇനി ആ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി കൂടെ നിർത്തണം. തീർച്ചയായിട്ടും എസ് കെ. ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അധികാരക്കൊതിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം 8 മാസം കഴിഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. 36,500-ലേറെ പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. എന്നിട്ടും ഒരു അധികാരമോഹത്തിന് കുറവില്ല എന്നുള്ളതാണ്. അത് പറയുന്നത് നമ്മളാരുമല്ല, അമേരിക്കയുടെ പ്രസിഡന്റ്, അവരുടെ സഖ്യകക്ഷി, ഇസ്രായേലിൻ്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിട്ടുള്ള അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നു അവിടെ യുദ്ധം തീരാത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് യുദ്ധം നിർത്തിയാൽ അധികാര കസേര നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ടാണ് യുദ്ധം കൊണ്ടുപോകുന്നത്. ഇത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കുന്നത് എന്ന തരത്തിൽ അദ്ദേഹം ടൈം മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ എസ് കെൻ അവിടെ ഇസ്രായേലിലെ വടക്കൻ ഗസയിലും അതുപോലെ തന്നെ തെക്കൻ ഗസയിലും ഇസ്രായേൽ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. നിരവധി പേർ കൊല്ലപ്പെട്ടു. അതിനൊരു കാരണം പറയുന്നത് എസ് കെ എൻ, പ്രത്യേകിച്ച് ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ഇസ്രായേലി ബന്ദികളിൽ ഒരു 1/3 പേരെ അവർ കൊലപ്പെടുത്തി എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അത് ഇസ്രായേൽ തന്നെ പറയുന്നു. എന്നുമാത്രമല്ല, ഈ മണിക്കൂറുകളിൽ 4 മൃതദേഹങ്ങൾ കൂടി ഇസ്രായേലി ബന്ദികളുടെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടി പരാക്രമമായിരിക്കും ഇസ്രായേൽ ആക്രമണത്തിന് ശക്തി നൽകിയിട്ടുള്ളത്. ഇസ്രായേലി ടാങ്കുകൾ ഉരുളുന്നു, മറുഭാഗത്ത് വല്ലാത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. അതിനിടയിൽ ലെബനിൽ നിന്ന് ഹെസ്ബുള്ള ഇസ്രായേലിലേക്ക് നിരവധി റോക്കറ്റുകൾ അയച്ചു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എസ് കെ എൻ. എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം അടുത്തൊന്നും തീരുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നില്ല. മധ്യസ്ഥരായിട്ട് പലരും ഇപ്പോഴും രംഗത്തുണ്ട്. ഖത്തർ, ഈജിപ്തും അറബ് രാജ്യങ്ങളൊക്കെ രംഗത്തുണ്ട്, അമേരിക്കയുണ്ട്. പക്ഷേ ഇതൊന്നും കേൾക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറാവുന്നില്ല. എന്ന് മാത്രമല്ല എസ് കെ എൻ, ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കൂടെ യുദ്ധകാല മന്ത്രിസഭയിൽ അംഗങ്ങളായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ബെന്നി ഗാൻസ്, അതുപോലെ തന്നെ യോയോഫ് ഗാലന്റ്, ഡിഫൻസ് മിനിസ്റ്റർ അടക്കം ഇത് പാടില്ല, ഇത് നിർത്തണമെന്നുള്ള രീതിയിൽ പ്രതികരിച്ചതാണ്. അമേരിക്കൻ നിലപാടിനെ അംഗീകരിച്ചുകൊണ്ട് സംസാരിച്ചതാണ്. പക്ഷേ പ്രധാനമന്ത്രി വഴങ്ങുന്നില്ല. അദ്ദേഹത്തെ താഴെയിടുമെന്നുള്ള ഭീഷണിയാണ് പ്രശ്നം. കാരണം പ്രത്യേകിച്ച് സിയോണിസ്റ്റ് നേതാക്കളായിട്ടുള്ള വലതുപക്ഷ തീവ്രവാദികളായിട്ടുള്ള ബെൻ ഗിവറിനെ പോലുള്ളവർ അവർ പിന്തുണയ്ക്കുന്നുണ്ട്. അവരുടെ സീറ്റുകൾ പോയാൽ ഭരണം പോകും എന്നുള്ള പേടി കൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും വഴങ്ങാത്തത് എസ് കെ. പി ജെയിംസ്, ലോകം മുഴുവൻ ഇന്നലെ ഇന്ത്യയിലേക്ക് നോക്കിയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം മോദിക്ക് ലഭിച്ചൊരു മങ്ങിയ വിജയം മാത്രമേ ഉള്ളൂ. പ്രതിപക്ഷം കൂടുതൽ ശക്തിപ്പെട്ടു എന്ന അഭിപ്രായം പാശ്ചാത്യ മാധ്യമങ്ങൾ ഇന്നലെ പ്രകടിപ്പിച്ചു. കൂടുതൽ അപ്ഡേറ്റ്സ് എന്താണ്? എസ് കെ എൻ, ബി ജെ പിക്ക് തനിച്ച് കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്നായിരുന്നു എല്ലാ സർവേകളും. എന്ന് മാത്രമല്ല, സർവേകളെ കോട്ട് ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുഴുവൻ ഇതാ 3-ാം ഊഴത്തിൽ വലിയ ശക്തിയോടുകൂടി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുന്നു എന്ന തരത്തിലാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ അതിന്ന് വിഭിന്നമായിക്കൊണ്ട് ഇന്നത്തെ റിപ്പോർട്ടുകളിൽ ബി ജെ പിക്ക് തനിച്ച് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല, മോദി പ്രഭാവം മങ്ങി, ഭൂരിപക്ഷം ജയം നേടിയെങ്കിലും കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് തനിച്ച് ലഭിച്ചില്ല എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. അമേരിക്കൻ മാധ്യമങ്ങൾ, യൂറോപ്യൻ മാധ്യമങ്ങൾ, അറബ് മാധ്യമങ്ങൾ, അൽ ജസീറ പോലുള്ള TV ചാനലുകൾ, BBC, CNN, റഷ്യ, ചൈനയിലത് വല്ലാത്ത വാർത്തയാണ്. ബി ജെ പിക്ക് ഉള്ള ശക്തി കുറഞ്ഞു എന്നുള്ളത്. പ്രത്യേകിച്ച് ചൈനയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി കൂടുതൽ ശക്തമാവുന്നതിൽ വലിയ താല്പര്യമില്ല എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുമായിട്ടൊരു ബന്ധം ചൈനയ്ക്കുണ്ടെന്ന് ആരോപണം കൂടി ഉന്നയിക്കപ്പെട്ടിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതിനെ കാണേണ്ടി വരും എസ് കെ. എന്തായാലും പ്രതിപക്ഷം മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. കാരണം പ്രതിപക്ഷം അമ്പേ തകരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കേവല ഭൂരിപക്ഷം നൽകാതെ മോദിയെ കടിഞ്ഞാണിട്ട് നിർത്തുന്ന തരത്തിലേക്ക് ഈ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷം നല്ല പ്രകടനം നടത്തി എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. എന്തായാലും
അവരുടെ പ്രവചനങ്ങളിൽ ഘടകകക്ഷികൾ പ്രത്യേകിച്ച് TDPയും അതുപോലെ തന്നെ നിതീഷ് കുമാറും അടങ്ങുന്ന ഘടകകക്ഷികൾ പ്രത്യേകിച്ച് സ്വാധീനം ചെലുത്തും. BJPയുടെ സ്വാധീനത്തിന് മേൽ അവരുടെ സ്വാധീനമായിരിക്കും മുന്നിൽ നിൽക്കുക എന്നും കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എസ്കേൻ, ഈ PB ജെയിംസ്, ഇപ്പോൾ മറ്റൊരു കാര്യം വരുന്നത്, ഈ റഷ്യക്കുള്ളിൽ യുക്രൈൻ സേന റഷ്യക്ക് എതിരെ ഉപയോഗിച്ചുള്ള മിസൈലുകൾ അമേരിക്കയുടെയാണ് എന്ന രീതിയിൽ വാർത്ത വരുന്നു. കാരണം അതൊരു വലിയ സംഭവമാണല്ലോ. എസ്കേൻ, അത് വലിയ സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് ഇതാദ്യമായിട്ടാണ് റഷ്യക്കുള്ളിൽ ഏതാണ്ട് 40 കിലോമീറ്റർ അകലെയുള്ള ബെൽഗോ റോഡ് എന്ന റഷ്യൻ നഗരത്തിൽ വന്നു വീണിരിക്കുന്ന ഹിമാഴ്സ് ഇതായിട്ടുള്ള അത്യാധുനികമായിട്ടുള്ള അമേരിക്കൻ മിസൈലുകളാണ് എന്ന് റഷ്യ പറയുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ആരെങ്കിലും കയറി ഇതിൻ്റെ ഉള്ളിലേക്ക് മിസൈൽ അയക്കുകയോ ആയുധങ്ങൾ പ്രയോഗിക്കുകയോ ചെയ്താൽ ആ രാജ്യത്തിനെതിരെ ഞങ്ങൾ ആക്രമണം നടത്തുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടില്ല. അതിനുള്ളിലാണ് അമേരിക്കൻ ആയുധങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള പ്രതികരണം റഷ്യയിൽ നിന്ന് വരുന്നുണ്ട്. അവർ പറയുന്നത് അമേരിക്കയുടെ അനുമതിയോടുകൂടിയാണ് ഉക്രൈൻ സേന ഇത് പ്രയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ ഞങ്ങളുടെ നീക്കമുണ്ടാകുന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പുടിൻ എന്തായാലും ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. അവർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ്. പുടിൻ ഖാർക്കീവിൽ കിഴക്കൻ ഉക്രൈനിലൊക്കെ വലിയ രീതിയിലുള്ള മാർച്ച് നടക്കുന്നു, വലിയ രീതിയിലുള്ള പ്രകടനങ്ങളും അതുപോലെ തന്നെ ഇതൊക്കെ നടക്കുന്നു. ഇതിനിടയിൽ എസ്കെയിൻ വലിയ കൗതുകരമായിട്ടുള്ള കാര്യം ഉണ്ടായിരിക്കുന്നത്, ഇതാദ്യമായി മോസ്കോയിൽ ഈ സൈനികരുടെ ഭാര്യമാർ മാർച്ച് നടത്തി ഡിഫൻസ് മന്ത്രാലയത്തിലേക്ക്. അവർ ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ സൈനികർ ഈ ബോർഡറിൽ പോയിട്ട് ഫ്രണ്ട് ലൈനിൽ പോയിട്ട് ഒരുപാട് കാലമായി, അവർക്ക് എത്ര കാലം അവരവിടെ നിൽക്കണമെന്ന് നിങ്ങൾ പറയൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ തരത്തിൽ പ്രകടനം നടത്തിയത്. പുടിനെയും പുതിയ പ്രതിരോധ മന്ത്രിയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് പുതിയ സംഭവവാസങ്ങൾ. എന്തായാലും യുദ്ധം മുന്നോട്ട് പോകുന്നു, റഷ്യ ആക്രമണം തുടരുന്നു, റഷ്യക്ക് മുന്നേറ്റമുണ്ട്, ഉക്രൈൻ സേനയ്ക്ക് ഒരു പരിധി വിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ചെറുത്തു നിൽക്കുന്നുണ്ട്. അതാണ് അവസ്ഥ. എസ്കെ, താങ്ക് യു PB ജെയിംസ്.